സംസ്ഥാനത്ത് വ്യാപകമായ തോതിൽ കനത്ത മഴയ്ക്കുള്ള സാധ്യത നിലവിൽ കുറഞ്ഞുവെന്ന് കാലാവസ്ഥാ വകുപ്പ് വ്യക്തമാക്കിയെങ്കിലും കാലാവസ്ഥ പൂർണ്ണമായും ശാന്തമായെന്ന് ഇതിനർത്ഥമില്ല. നിലവിൽ ഒരു ജില്ലയിലും കനത്ത മഴയ്ക്കായി പ്രത്യേക മുന്നറിയിപ്പ് നൽകിയിട്ടില്ല എന്ന് മാത്രമാണ് ഗ്രീൻ അലർട്ട് കൊണ്ട് അർത്ഥമാക്കുന്നത്. എന്നിരുന്നാലും തിരുവനന്തപുരം, കൊല്ലം, ആലപ്പുഴ എന്നിവിടങ്ങളിൽ അടുത്ത കുറച്ചു മണിക്കൂറുകളിൽ നേരിയതോ മിതമായതോ ആയ മഴയ്ക്കും ഇടിമിന്നലിനും മണിക്കൂറിൽ ഏകദേശം 40 കിലോമീറ്റർ വരെ വേഗതയിൽ ശക്തമായ കാറ്റിനും സാധ്യതയുണ്ട്. അതേസമയം ബാക്കി ജില്ലകളിലും പലയിടങ്ങളിലും നേരിയതോ മിതമായതോ ആയ മഴയ്ക്കുള്ള സാധ്യത നിലനിൽക്കുന്നു. അതിനാൽ നിങ്ങൾ ഏതെങ്കിലും ജില്ലയിൽ യാത്ര ചെയ്യാൻ പദ്ധതിയിടുന്നുണ്ടെങ്കിൽ കാലാവസ്ഥയുടെ പുതിയ അപ്ഡേറ്റുകൾ ശ്രദ്ധിക്കുക. പെട്ടെന്ന് മാറുന്ന സാഹചര്യങ്ങളെ ഒട്ടും നിസ്സാരമായി കാണരുത്. മാറുന്ന ഓരോ കാലാവസ്ഥയുടെയും ഏറ്റവും വേഗതയേറിയതും വിശ്വസനീയവുമായ വിവരങ്ങൾ നിങ്ങൾക്ക് ആദ്യം ലഭിക്കണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ ഈ വീഡിയോ ലൈക്ക് ചെയ്യുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ ഒട്ടും മറക്കരുത്. എന്നാൽ നിൽക്കൂ, ഏറ്റവും വലിയ ചോദ്യം ഇപ്പോഴും ബാക്കിയാണ്. ഈ ആശ്വാസം കുറച്ചു സമയത്തേക്ക് മാത്രമാണോ, അതോ മൺസൂൺ വീണ്ടും പെട്ടെന്ന് അതിന്റെ രൗദ്രരൂപം കാണിക്കുമോ? കാലാവസ്ഥാ ശാസ്ത്രജ്ഞരും നിരന്തരം മാറിക്കൊണ്ടിരിക്കുന്ന സംവിധാനങ്ങളെ നിരീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ്. അടുത്ത കുറച്ചു മണിക്കൂറുകളിൽ വരുന്ന അപ്ഡേറ്റ് പല ജില്ലകളുടെയും ചിത്രം മാറ്റിയേക്കാം. അതിനാൽ ഈ വിവരം അവസാനം വരെ തീർച്ചയായും കാണുക. കാരണം ഒരു ചെറിയ അശ്രദ്ധ വലിയ പ്രശ്നത്തിന് കാരണമായേക്കാം. തെലങ്കാന മുതൽ കർണാടക തീരം വരെ മധ്യകിഴക്കൻ അറബിക്കടലിന് മുകളിൽ സമുദ്രനിരപ്പിൽ നിന്ന് 1.5 കിലോമീറ്റർ മുതൽ 3.1 കിലോമീറ്റർ വരെ ഉയരത്തിൽ ന്യൂനമർദ്ദമേഖല സജീവമാണ്. കൂടാതെ മധ്യ ഉത്തർപ്രദേശിന്റെ വടക്കൻ ഭാഗങ്ങളിലും ഒരു ന്യൂനമർദ്ദമേഖല നിലവിലുണ്ട്. എങ്കിലും അടുത്ത 24 മണിക്കൂറിനുള്ളിൽ ഇത് ക്രമേണ ദുർബലമാകാൻ സാധ്യതയുണ്ടെന്ന് അറിയിച്ചിട്ടുണ്ട്. ഗുജറാത്ത് തീരം മുതൽ മഹാരാഷ്ട്ര തീരം വരെ വ്യാപിച്ചു കിടക്കുന്ന തീരദേശ ന്യൂനമർദ്ദ മേഖലയും ഇപ്പോൾ ദുർബലമായിട്ടുണ്ട്. കഴിഞ്ഞ കുറച്ചു ദിവസങ്ങളെ അപേക്ഷിച്ച് കേരളത്തിൽ മഴയുടെ തീവ്രതയിൽ കുറവനുഭവപ്പെടാൻ ഇതാണ് കാരണം. എങ്കിലും അന്തരീക്ഷത്തിൽ ആവശ്യത്തിന് ഈർപ്പം നിലനിൽക്കുന്നുണ്ട്. ഇതിനാൽ പലയിടങ്ങളിലും പെട്ടെന്ന് ഇടിമിന്നലോടുകൂടിയ മഴയ്ക്ക് സാധ്യതയുണ്ട്. വടക്കൻ കേരളത്തിൽ കഴിഞ്ഞ ദിവസങ്ങളിൽ തുടർച്ചയായി പെയ്ത കനത്ത മഴ ഭൂമിയെ നേരത്തെ തന്നെ പൂർണ്ണമായും നനച്ചിട്ടുണ്ട്. അത്തരമൊരു സാഹചര്യത്തിൽ എവിടെയെങ്കിലും അല്പനേരത്തേക്ക് ശക്തമായ മഴ പെയ്താൽ പോലും താഴ്ന്ന പ്രദേശങ്ങളിൽ വെള്ളക്കെട്ടിനും മലയോര മേഖലകളിൽ മണ്ണിടിച്ചിൽ പോലുള്ള സംഭവങ്ങൾക്കും സാധ്യതയുണ്ട്. അതിനാൽ പ്രത്യേകിച്ച് വയനാട്, കണ്ണൂർ, കാസർഗോഡ്, മലപ്പുറം തുടങ്ങിയ സെൻസിറ്റീവ് മേഖലകളിൽ താമസിക്കുന്നവർ ജാഗ്രത പാലിക്കണമെന്ന് നിർദ്ദേശമുണ്ട്. നിലവിൽ യെല്ലോ, ഓറഞ്ച് അല്ലെങ്കിൽ റെഡ് അലർട്ടുകൾ ഇല്ലെങ്കിലും പ്രാദേശിക ഭരണകൂടത്തിന്റെ നിർദ്ദേശങ്ങൾ പാലിക്കുന്നത് വളരെ പ്രധാനമാണ്. മാറുന്ന ഓരോ കാലാവസ്ഥയുടെയും ഏറ്റവും വേഗതയേറിയതും വിശ്വസനീയവുമായ വിവരങ്ങൾ നിങ്ങൾക്ക് ആദ്യം ലഭിക്കണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ ഈ വീഡിയോ ലൈക്ക് ചെയ്യുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ ഒട്ടും മറക്കരുത്. കാരണം കാലാവസ്ഥ എപ്പോൾ മാറുമെന്ന് പലപ്പോഴും പരിചയസമ്പന്നരായ വിദഗ്ധർക്ക് പോലും അവസാന നിമിഷം മാത്രമേ മനസ്സിലാക്കാൻ കഴിയൂ. ഇടിമിന്നൽ സമയത്ത് പ്രത്യേക ജാഗ്രത പാലിക്കണമെന്ന് കാലാവസ്ഥാ വകുപ്പ് നിർദ്ദേശിച്ചിട്ടുണ്ട്. മിന്നലോ ശക്തമായ ഇടിമുഴക്കമോ കേട്ടാലുടനെ ഏതെങ്കിലും ബലമുള്ള കെട്ടിടത്തിനുള്ളിലേക്ക് മാറുക. തുറന്ന മൈതാനങ്ങൾ, പാടങ്ങൾ, നദീതീരങ്ങൾ, ഉയർന്ന മരങ്ങൾക്ക് താഴെ തുറന്ന ടെറസുകൾ എന്നിവിടങ്ങളിൽ നിൽക്കുന്നത് അതീവ അപകടകരമാണ്. കാറ്റും മഴയുമുള്ള സമയത്ത് വൈദ്യുത ഉപകരണങ്ങളുടെ ഉപയോഗം പരിമിതപ്പെടുത്തുക. ലോഹവസ്തുക്കളിൽ നിന്ന് അകലം പാലിക്കുക. അനാവശ്യമായി പുറത്തിറങ്ങുന്നത് ഒഴിവാക്കുക. കുട്ടികളെയും പ്രായമായവരെയും പ്രത്യേകം ശ്രദ്ധിക്കുക. കാരണം കാലാവസ്ഥ പെട്ടെന്ന് മാറുന്നത് ഈ വിഭാഗങ്ങളെയാണ് ഏറ്റവും കൂടുതൽ ബാധിക്കുന്നത്. മത്സ്യത്തൊഴിലാളികൾക്കുള്ള കാലാവസ്ഥാ വകുപ്പിന്റെ നിർദ്ദേശവും വളരെ പ്രധാനമാണ്. കേരള, ലക്ഷദ്വീപ് തീരത്ത് നിലവിൽ സ്ഥിതി പഴയതിനേക്കാൾ മെച്ചപ്പെട്ടതായി കരുതപ്പെടുന്നു. എന്നാൽ കർണാടക തീരത്തും അറബിക്കടലിന്റെ ചില ഭാഗങ്ങളിലും ശക്തമായ കാറ്റിനുള്ള സാധ്യത ഇപ്പോഴും നിലനിൽക്കുന്നു. പല സമുദ്രമേഖലകളിലും മണിക്കൂറിൽ 40 മുതൽ 60 കിലോമീറ്റർ വരെ ശക്തമായ കാറ്റ് വീശാൻ സാധ്യതയുണ്ട്. ചിലയിടങ്ങളിൽ കാറ്റിന്റെ വേഗത മണിക്കൂറിൽ 65 കിലോമീറ്റർ വരെ എത്താൻ സാധ്യതയുണ്ടെന്ന് അറിയിച്ചിട്ടുണ്ട്. അതിനാൽ കടലിൽ പോകുന്നതിന് മുമ്പ് പ്രാദേശിക തുറമുഖത്തിന്റെയും കാലാവസ്ഥാ വകുപ്പിന്റെയും പുതിയ നിർദ്ദേശങ്ങൾ തീർച്ചയായും ചെക്ക് ചെയ്യുക. വരാനിരിക്കുന്ന സമയത്തെക്കുറിച്ച് കാലാവസ്ഥാ ശാസ്ത്രജ്ഞർ പറയുന്നത് മഴയുടെ തീവ്രത നിലവിൽ കുറഞ്ഞിരുന്നാലും മൺസൂൺ പൂർണ്ണമായും അവസാനിച്ചിട്ടില്ല. ബംഗാൾ ഉൾക്കടലിലോ അറബിക്കടലിലോ വീണ്ടും ശക്തമായ ന്യൂനമർദ്ദ മേഖല രൂപപ്പെട്ടാൽ കേരളം ഉൾപ്പെടെയുള്ള ദക്ഷിണേന്ത്യയുടെ പല ഭാഗങ്ങളിലും മഴ വീണ്ടും ശക്തമായേക്കാം. വരും ദിവസങ്ങളിൽ മൺസൂൺ പ്രവർത്തനങ്ങളിൽ വീണ്ടും വർധനവുണ്ടാകാമെന്ന് സ്വകാര്യ കാലാവസ്ഥാ വിദഗ്ധരും വിശ്വസിക്കുന്നു. അതിനാൽ ഇപ്പോൾ ആശ്വാസം ലഭിച്ചിട്ടുണ്ടെങ്കിലും അശ്രദ്ധ കാണിക്കാനുള്ള സമയമല്ല ഇത്. ഓർക്കുക, കാലാവസ്ഥയുടെ പ്രത്യേകത അത് മുന്നറിയിപ്പൊന്നും കൂടാതെ പെട്ടെന്ന് മാറിയേക്കാം എന്നതാണ്. ഇപ്പോൾ ശാന്തമായി കാണുന്ന പ്രദേശത്ത് കുറച്ച് മണിക്കൂറുകൾക്ക് ശേഷം ശക്തമായ മഴയും ഇടിമിന്നലും ശക്തമായ കാറ്റും ഉണ്ടായേക്കാം.
അതിനാൽ ജാഗ്രത പാലിക്കുക, സുരക്ഷിതരായിരിക്കുക. നിങ്ങളുടെ ഭാഗ്യങ്ങളിലേക്കും സുഹൃത്തുക്കളിലേക്കും ഈ പ്രധാന വിവരം തീർച്ചയായും എത്തിക്കുക. ഞങ്ങൾ ഓരോ പുതിയ കാലാവസ്ഥാ അപ്ഡേറ്റും നിരന്തരം നിരീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്തെങ്കിലും വലിയ മാറ്റമുണ്ടായാൽ അതിന്റെ പൂർണ്ണവും കൃത്യവുമായ വിവരങ്ങൾ ആദ്യം തന്നെ നിങ്ങൾക്ക് നൽകും.